പാഠം 14. പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കം. മലയാളത്തിലെ പ്രശസ്തനായ ബാലസാഹിത്യകാരനാര്? ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരം ഒന്നു മാത്രം: കുഞ്ഞുണ്ണി മാഷ്. പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കമെന്ന് മറ്റുള്ളവരെ സ്വയം പരിചയപ്പെടുത്തിയ മനുഷ്യൻ. കുഞ്ഞുണ്ണി മാഷിന്റെ ഓരോ വരിയും, അത് കഥയായാലും കവിതയായാലും, കുട്ടികൾ മിഠായി നുണയും പോലെ ആസ്വദിക്കും. ഈ വരികൾ കേൾക്കൂ. ആയി ഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നുകഴിഞ്ഞ് കഷ്ടായി. മിഠായി നുണയുന്നതിനെക്കുറിച്ച് മലയാളത്തിൽ ഇത്രയും മനോഹരമായ വരികളില്ല. ഇനി അമ്മയെക്കുറിച്ചുള്ള ഒരു കവിത കേൾക്കൂ. അമ്മ നന്മ നന്മയമ്മ. അമ്മയെക്കുറിച്ച് ഇത്രയും ചെറുതായി, ഇത്രയും വലുതായി ആർക്കെഴുതാൻ കഴിയും? മറ്റു ചില കവിതകൾ കേൾക്കൂ. ഒരു തുള്ളി അമ്മിഞ്ഞ പാലിൻ പരപ്പാണ് ഈ ആകാശം. ഒരു ചെറിയ മരം, അതിലൊരു വലിയ വനം, അതാണ് എന്റെ വനം. വളർത്തുന്നോൻ വളർന്നിടും, തളർത്തുന്നോൻ തുലഞ്ഞിടും. ഓരോ മലയാളിയും മനസ്സിൽ കുറിച്ച് നിധി പോലെ സൂക്ഷിക്കേണ്ട വരികൾ. ഇനി കൊച്ചു കൂട്ടുകാർക്കായി കവിത പാടിയത് കേൾക്കൂ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ശീലങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കുട്ടികളെ അറിയിക്കാൻ ധാരാളം പദ്യവും ഗദ്യവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉണ്ട് കുളിക്കരുത്, കുളിച്ചിട്ടുണ്ണണം. ഇനി മറ്റൊന്ന്: പാലിക്കേണ്ടത് ധർമ്മം, ശീലിക്കേണ്ടത് ശാന്തത. ഈ നുറുങ്ങ് കവിതകൾ കുട്ടികൾക്ക് മാത്രമോ? ഒരിക്കലുമല്ല. ഇനി അദ്ദേഹത്തിന്റെ ഒരു കഥ കൂടി പരിചയപ്പെടാം. കഥയുടെ പേര് പട്ടം. നല്ല വണ്ണവും നല്ല പൊക്കവുമുള്ള ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. പെട്ടെന്ന് പട്ടം ഒരു മരത്തിന്റെ അറ്റത്തെ കൊമ്പിൽ തങ്ങി. ഒരു കരടിക്കുട്ടി ആ മരത്തിന്മേൽ ഇരിക്കുന്നുണ്ട്. മനുഷ്യക്കുട്ടി ആ കരടിയോട് ചോദിച്ചു, എനിക്ക് ആ പട്ടമൊന്നെടുത്ത് തരാമോ? എന്നാൽ കരടിക്കുട്ടിക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ല. അതിനാൽ അവൻ കുട്ടിയുടെ നേരെ മിഴിച്ചു നോക്കിക്കൊണ്ട് ഇളിച്ചു കാട്ടി. നീ എടുത്ത് തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറി വന്നെടുക്കാം. കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് മരത്തിലേക്ക് കയറാൻ തുടങ്ങി. ഒരു മനുഷ്യക്കുട്ടി താൻ ഇരിക്കുന്ന മരത്തിലേക്ക് കയറി വരുന്നത് കരടിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവൻ കുട്ടിയെ പേടിപ്പിച്ച് താഴെ ഇറക്കാൻ മുരണ്ടുകൊണ്ടിരുന്നു. എന്നിട്ടും കുട്ടി വരികയാണെന്ന് കണ്ട് കരടിക്കുട്ടി കൂടുതൽ ഉച്ചത്തിൽ മുരളുകയും കൂടുതൽ വേഗം മേലോട്ട് കയറുകയും ചെയ്തു. അങ്ങനെ കയറി കയറി മനുഷ്യക്കുട്ടിയും കരടിക്കുട്ടിയും മരത്തിന്റെ ഒത്ത മുകളിലെത്തിയതും താഴെ വീണതും ഒന്നിച്ചു കഴിഞ്ഞു. കരടിക്കുട്ടി കാല് തെറ്റി വീണതല്ല, മനുഷ്യക്കുട്ടി പിടിവിട്ട് വീണതുമല്ല. അവരിരുവരും ഭാരം താങ്ങാനാവാതെ മരക്കൊമ്പൊടിഞ്ഞത് വീണതാണ്. വീണ ഉടനെ ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി പാഞ്ഞു. പട്ടമെടുത്ത് ആകാവുന്നത്ര വേഗം മനുഷ്യക്കുട്ടിയും വീട്ടിലേക്കോടി. സംഭവമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തള്ളക്കരടി പറഞ്ഞു, കൊച്ചു രസിക, നീ ഒരു കഥ കെട്ടിയുണ്ടാക്കിയല്ലോ. മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: പട്ടം പറപ്പിക്കാൻ കാട്ടിലേക്ക് പോയത് തെറ്റ്, കരടിയുള്ള മരത്തിന്മേൽ കയറിയത് അതിലും വലിയ തെറ്റ്, വീണിട്ട് കാലൊടിയാത്തത് ഭാഗ്യം, കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം. കുഞ്ഞുണ്ണി മാഷിന്റെ
ഇത്തരം നിരവധി കൊച്ചു കഥകളുണ്ട്. പാൽപ്പായസം പോലെ വായിച്ച് രസിക്കാവുന്നത്. അവ വായിക്കുന്നത് മനസ്സിനെ വൃത്തിയാക്കാനും ജീവിതം ശുദ്ധിയാക്കാനും ഉപകരിക്കും.